Hi friends, എല്ലാവർക്കും A2Z ന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയറിന്റെ കീഴിലുള്ള കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡിൽ കുറച്ച് അവസരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ജസ്റ്റ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ തുടർന്നുള്ള എല്ലാ വീഡിയോസും ലഭിക്കാൻ വേണ്ടി ഗവൺമെന്റ് ജോബ് അപ്ഡേറ്റ്, സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുള്ള ജോലി ഒഴിവുകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ആക്കി വെക്കുക. ഇപ്പോൾ കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡിലാണ് അവസരം വന്നിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലും അവസരങ്ങളുണ്ട്. അപ്പോൾ നോക്കാം ആർക്കെല്ലാമാണ് ഇത് അപേക്ഷിക്കാൻ കഴിയുക, എന്തെല്ലാം യോഗ്യതകളാണ് വേണ്ടതെന്ന്. അപ്പോൾ ഇത് ഓഫ്ലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. ഓഫ്ലൈനായിട്ട് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ ഒരു അഡ്വർടൈസ്മെന്റ് വന്ന ശേഷം 30 ദിവസത്തിനുള്ളിൽ അപേക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ 21/6 ഇത് അപേക്ഷ ക്ഷണിച്ചത്. അപ്പോൾ ഏകദേശം 20/7/2019 ആയിരിക്കും അവസാന തീയതി. അപ്പോൾ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർ പൂർണ്ണമായിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിച്ചതിന് ശേഷം മാത്രം അപേക്ഷിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിലേക്ക് വരുന്നത് സ്റ്റെനോഗ്രാഫർ, ലോവർ ഡിവിഷണൽ ക്ലർക്ക്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്ന് പറഞ്ഞ 3 തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. സ്റ്റെനോഗ്രാഫർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് 25,500 മുതൽ 81,100 വരെ സാലറി ലഭിക്കുന്ന തസ്തികയാണ്. അതിലേക്ക് മൊത്തം വേക്കൻസി 3 വേക്കൻസികൾ ജനറൽ കാറ്റഗറി. ഇതിലേക്ക് വേണ്ട വയസ്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം വയസ്സ് 30 വയസ്സാണ്. SC/STക്ക് 5 വയസ്സിന്റെയും OBCക്ക് മറ്റുള്ള OBCക്ക് 3 വയസ്സിന്റെയും മറ്റുള്ള കാറ്റഗറിക്ക് അതേ ഗവൺമെന്റ് നിർദ്ദേശിച്ചിട്ടുള്ള അതേ ഇളവുകളൊക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷന്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വായിച്ചതിന് ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക. ഇതിലേക്ക് വരുന്ന എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ് ഓർ ഈക്വലന്റ് പറഞ്ഞിട്ടുണ്ട്. ഇത് മുൻഗണന ലഭിക്കുന്നത് ഗ്രാജുവേഷൻ വിത്ത് 80 വേർഡ്സ് പെർ മിനിറ്റ് സ്പീഡ് ഇൻ ഷോർട്ട് ആൻഡ് 40 വേർഡ്സ് പെർ മിനിറ്റ് ഇൻ ടൈപ്പ് റൈറ്റിംഗ്. അപ്പോൾ ടൈപ്പ് റൈറ്റിംഗ് സ്കില്ല് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് സ്റ്റെനോഗ്രാഫർ എന്ന് പറയുന്ന തസ്തിക. അതുപോലെ ലോവർ ഡിവിഷണൽ ക്ലർക്ക് ആണെങ്കിൽ മെട്രിക്കുലേഷൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മെട്രിക്കുലേഷൻ പറഞ്ഞിട്ടുണ്ട് ഓർ ഈക്വലന്റ് പറഞ്ഞിട്ടുണ്ട്. ഇതിലും ടൈപ്പിംഗ് സ്പീഡും അതുപോലെ ഗ്രാജുവേഷൻ ഉള്ളവർക്കും അപേക്ഷിക്കാൻ കുറച്ചുകൂടി മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. 30 വയസ്സാണ് ഇതിലേക്ക് വരുന്ന ഏജ് ലിമിറ്റ്. 3 വേക്കൻസികളിൽ 19,963 സാലറി വരുന്നത്. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ആണെങ്കിൽ 18,000 മുതൽ 56,900 വരെ സാലറി ലഭിക്കും. ഇതിലേക്ക് വരുന്നത് 10ാം ക്ലാസ് ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈക്വലന്റ് ആയിട്ട് അതും അല്ലെങ്കിൽ ITI ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. 18 to 25 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. ഏജ് ലിമിറ്റ് 18 to 25 വയസ്സാണ്. ഇതിലേക്ക് വരുന്ന മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന്റെ വർക്കൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിയുടെ വർക്ക് തന്നെ ആയിരിക്കും വരിക. അതിൽ ഡ്രൈവിംഗിന്റെ ലൈസൻസും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ വായിച്ച് നോക്കുക. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് താഴെ കൊടുക്കുന്നുണ്ട്. അതൊന്ന് വായിച്ച് നോക്കുക. അതുപോലെ സ്റ്റെനോഗ്രാഫർ ഓരോ വേക്കൻസിയും ഓരോ സ്റ്റേറ്റിലുള്ള വേക്കൻസിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ എറണാകുളത്താണ് 3 വേക്കൻസി മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന് വന്നിരിക്കുന്ന 3 വേക്കൻസി കേരളത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. കാരണം ഒരു വേക്കൻസി ആണെങ്കിൽ പോലും നമ്മുടെ ചാനലിലൂടെ ചിലപ്പോൾ പറയുമ്പോൾ ഒരാൾക്കെങ്കിലും ചിലപ്പോൾ ഉപകാരപ്പെട്ടാൽ പല ആളുകളും ഇത്തരത്തിലുള്ള വേക്കൻസി ഒന്നും അറിയാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു യോഗ്യതയുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ഉണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. ഇതിലേക്ക് വരുന്ന ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കും. 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുന്നത്. അത് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയി എടുക്കേണ്ടത്. അതിന്റെ അഡ്രസ്സൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ SC/ST വുമൺ കാൻഡിഡേറ്റ്സിന് ഈ ഒരു ആപ്ലിക്കേഷൻ ഫീ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ അവർക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ തന്നെ അവർക്ക് ഓഫ്ലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. ഓഫ്ലൈനായിട്ട് അപേക്ഷിക്കേണ്ട അഡ്രസ്സും ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ചെയർമാൻ കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡ്, കേര ഭവൻ, SRV റോഡ്, കൊച്ചി എന്ന് പറഞ്ഞ 682011 എന്ന് പറയുന്ന വിലാസത്തിലാണ് അപേക്ഷിക്കേണ്ടത്. 30 ദിവസത്തിനുള്ളിൽ അപേക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഏകദേശം 20/7/2019 എക്സ്പയറി ആകും. അതിന് മുമ്പ് തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്തതുപോലെ ലാസ്റ്റ് ഡേറ്റിലേക്ക് നിൽക്കാതെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും ഡീറ്റെയിൽസും ഒക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ വായിച്ചതിന് ശേഷം യോഗ്യരായ ഉദ്യോഗാർത്ഥികളാണ് തീർച്ചയായും അപേക്ഷ സമർപ്പിക്കാനും ശ്രമിക്കുക. എല്ലാ ദിവസവും ഗവൺമെൻറ് ജോലികളും അതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും അപ്ഡേറ്റ്സ് ഒക്കെ ലഭിക്കാൻ വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.